ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൺ ബ്ലോക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ വൺ ബ്ലോക്ക് ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ പതിപോലെയൊന്നും മൈൻക്രാഫ്റ്റിൽ കയറി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വൺ ബ്ലോക്കിൻ്റെ നോക്കുമ്പോൾ എന്നോട് വീണ് സൈൻ ചെയ്യാൻ പറയുന്നു. അതാണെങ്കിൽ സൈനിൻ്റെ ഓപ്ഷനും കാണുന്നില്ല ഗൈസ്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ വഴിയിലാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത്. പിന്നെയാണ് മനസ്സിലായത് നെറ്റ് ഇഷ്യൂ ആയിരുന്നു ഗൈസ്. നെറ്റ് ഓഫ് ചെയ്ത് വീണ്ടും ഓണാക്കിയപ്പോൾ കറക്റ്റായി. എനിക്കാണെങ്കിൽ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വേൾഡ്സ് മൊത്തം പോയി. ഇപ്പോൾ അതേ വീണ്ടും പുതിയത് തുടങ്ങി. ഇപ്പോൾ പഴയ വൺ ബ്ലോക്ക് പോലെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ആ ഗെയിം മൂഡ് ഔട്ടിലാണ് ഗൈസ്. ഞാൻ എൻ്റെ ഫുള്ള് കഷ്ടപ്പാടും ഒക്കെ വേസ്റ്റായി ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ പഴയതുപോലെ പവറായിട്ട് വരും. ഷെയ്ഡർ ഇടണം. ഷെയ്ഡർ ഇടണം അല്ലെങ്കിൽ വേണ്ട ഗൈസ്. ഷെയ്ഡർ നിങ്ങൾ കമൻറ്റിൽ പറ, പഴയതുപോലത്തെ ഷെയ്ഡർ വേണമെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. പതിപോലെ ഫസ്റ്റ് വൺ ബ്ലോക്ക് പൊട്ടിക്കുക. ഓക്കെ, ഇനി ഇത് മൊത്തം പൊട്ടിച്ചിട്ട് നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. പിന്നെ ലെറ്റ്സ് പ്ലേയുടെ മറ്റേ ചെസ്റ്റ് കിട്ടിയത്. ഓ ഗേസ്, പൊളി ഫസ്റ്റ് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഭയങ്കര സൂക്ഷിച്ചേക്കണം. ഇത് ഫസ്റ്റ് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കട്ടെ. അപ്പം എന്തായാലും ഗേസ് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ രാത്രിയായി. ലെറ്റ്സ് പ്ലേയുടെ ഇത് വരും. അത് ജസ്റ്റ് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാം. അത് ലെറ്റ്സ് പ്ലേയുടെ അത് സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് മൊത്തം മൈനാക്കിയിട്ട് വലിയൊരു ഇതുണ്ടാക്കണം, പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഷേപ്പ് ഇപ്പോൾ വേണ്ട പോട്ടെ. എന്താ ഇത് വേറെ എന്താണ്ടും ഒന്നായിരുന്നു. ആവട്ടെ. ഗേസ് ഇപ്പോഴാണ് ഫോറസ്റ്റ് എത്തിയത്. പ്ലെയർ ഫ്രണ്ട്ലി മോബ്സ് വിൽ ബി സ്പോൺ ഇൻ ദിസ് ലെവൽ ബിക്കോസ് യു ആർ ഫസ്റ്റ് ലെവൽ നൗ. അതെന്തൊക്കെയാണ് അതറിയിക്കട്ടെ. നമുക്കെന്തായാലും നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കട്ടെ. ഫസ്റ്റ് മരണം പേടുന്നാവോ ഗേസ്. എന്തായാലും നമുക്ക് മാക്സിമം ഡെഡ് ആവാണ്ടിരിക്കുക. ഇതിപ്പോൾ ഏതാണ് അതന്നെ. അപ്പോൾ ഗേസ് മൊത്തം വലിയൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗേസ്. അപ്പോൾ ഇത്രയും പണിയായിട്ടുണ്ട്. കുറച്ചുകൂടി എന്നാലും ഞാൻ വേൾഡ് ഡിലീറ്റ് ചെയ്താൽ എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല ഗേസ്. കുറേ വേൾഡ് ഉണ്ടായിരുന്നു. എൻ്റെ പഴയ ലെറ്റ്സ് പ്ലേ ഒക്കെ പോയി ഗേസ്. എല്ലാം പോയി, എല്ലാവരും ഒറ്റയടിക്ക് പോയി. ഇന്നത്തെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കിയിട്ട് ജസ്റ്റ് ട്രീസ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ നട്ട് വെച്ച് ഒരു ബേസ് പോലെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. മെയിൻ ബേസ് നമ്മൾ ഉണ്ടാക്കും പഴയ സീരീസ് പോലെ. ഇതെങ്ങനെയെങ്കിലും കുറച്ച് മുന്നോട്ട് കൊണ്ടുപോട്ടെ, നമുക്ക് ബാക്കിയൊക്കെ ചിന്തിക്കാം. ഇപ്പം കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ സെറ്റാക്കാം. ഓക്കെ, എന്താ ചെസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്തും നമുക്ക് ഹൗസ് ഉണ്ടാക്കാനുള്ള സാധനം കിട്ടി. ഇതേ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഗൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് ക്യാമറ നിന്ന് കുറേ ഒന്നല്ല കുറച്ച് ഗ്രൈൻഡ് ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഇതൊക്കെ കുറച്ച് വലിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഗൈസ് ഞാൻ അത് ഷെയ്ഡർ ഇട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബേസ് ഉണ്ടാക്കാം. ചെറിയൊരു ബേസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള വുഡൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഡേറ്റ് വേണം. നമ്മൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കണത് ഇവിടെ ആയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഭാഗത്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ കുറച്ചുകൂടി ഗ്രൈൻഡ് ആക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കെന്ത് ബാരൽ എന്തോ വിട്ട് നമുക്ക് തുറന്നൊക്കെ ഇത് ഹെഡ് ഷേപ്പൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് തോന്നുന്നു. ഗൈസ് വാട്ടർ കിട്ടി ഗൈസ്. പൊളി. ഗൈസ് കുറച്ച് വിട്ട് സാപ്ലിങ്ങും കിട്ടി. വാട്ടർ കിട്ടിയാൽ നല്ല കാര്യമാണ്. നമുക്ക് എന്തായാലും ഒന്നും സമ്മതിക്കില്ല. ഗൈസിന് മെയിൻ പരിപാടിയാണ്. ഇതിങ്ങനെ ആക്കണം. വാട്ടർ ബക്കറ്റ് എവിടെ? വാട്ടർ ബക്കറ്റ് എടുക്കുക, ഇവിടെ ഒഴിക്കുക, ഇനി ഇതൊക്കെ ജസ്റ്റിലാക്കണം. ഫുഡ് ഇത് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് ജസ്റ്റിലാക്കണം. ഡബിൾ ജസ്റ്റിനാക്കാം. എന്നിട്ടിത് മൊത്തം അതിൻ്റെ ഉള്ളിലായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ട് പോവാം. ഇവിടെ രണ്ട് ബ്ലോക്ക് നോക്കുക. മേളിലോട്ട് പോയിട്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു ബ്ലോക്ക് വെക്കാം. വാട്ടർ ബക്കറ്റ് എടുക്കുക. വാട്ടർ ബക്കറ്റ് എടുക്കുക. വീണ്ടും അതിൻ്റെ ഉള്ളിൽ കയറ്റുക. ഇറങ്ങുക. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മൈനാക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് സാധനം കിട്ടിക്കോളും. അപ്പം ഇനിയും കുറച്ചുകൂടി ഗ്രൈൻഡ് ആക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ജസ്റ്റ് കിട്ടി. എന്താ നോക്കട്ടെ. മറ്റേ വാട്ടറിൻ്റെ സാധനങ്ങളാണ്. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തായാലും എടുത്തേക്കാം. പൊട്ടയൊക്കെ ഇരിക്കട്ടെ. ഗെയ്സ് നമ്മളപ്പോൾ അതേ വലിയൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേസ് പണിയാൻ ഒരു കുട്ടി ബേസ്, ചെറിയ ബേസ്, പണ്ടത്തെ വീട് പോലെയല്ല, ഒരു ചെറിയൊരു ബേസ് ഉണ്ടാക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചെറിയ സ്റ്റോറേജും പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, ബട്ട് ബെഡില്ല. അതാണ് സിറ്റുവേഷൻ. പിന്നെ ടോർച്ചും ഇല്ല. ടോർച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫർണസ് ഉണ്ടാക്കാൻ കോബിൾ സ്റ്റോണും ഇല്ല. എന്തായാലും ഇതിവിടെ മൊത്തത്തിൽ സെറ്റാക്കിയിട്ട് വേണം ബേസ് ഉണ്ടാക്കാൻ. പകുതിയോളം പണി ഇവിടെ കഴിഞ്ഞത്. പിന്നെ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും പഴയ എൻ്റെ ഇതിനകത്തുണ്ടായിരുന്നു, ഇതിന് മുമ്പുള്ള ഇതിനകത്ത് 1 ബ്ലോക്കിലുണ്ടായിരുന്നു അങ്ങനൊരു സാധനം. അതായത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ബ്ലോക്ക് ഒട്ടിക്കുകയെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ക്രീപ്പർ വന്നു. ഞാൻ ഒറ്റയടിക്കാണ് വോയിഡിൽ തള്ളിടും. ഇതിൻ്റെ ഇടയിൽ വോയിഡാണ്. അങ്ങനെ അധികം പോകേണ്ട നമ്മൾ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ബേസ് ഉണ്ടാക്കാൻ പണി സെറ്റാക്കുന്നത്. കുറച്ചുകൂടി ഡേട്ടിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഫുള്ളിങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ട് പോകേണ്ടിയുണ്ട്. അപ്പോൾ ബേസ് പെട്ടെന്നുണ്ടാക്കും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോൻ്റെ ഗോള് തീർക്കേണ്ടതാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പകുതിമുക്കാൽ പേരും സബും ചെയ്തുകൊണ്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊന്ന് സബ് ചെയ്യ് പ്ലീസ്. അപ്പോൾ നമുക്ക് ബാക്കി പണിയിലോട്ട് കിടക്കാം.
ഗൈസ് വേറൊരു ബയോം എത്താറായി. ഞാൻ കുറേ മൈനാക്കി. അപ്പോൾ ഇത് ഏതാ ബയോം നോക്കട്ടെ. 25 സെക്കൻഡ് മതി, നമുക്ക് നോക്കാം. ഗൈസ് കേവാണ് ഗൈസ് കിട്ടിയത്. അപ്പോൾ ഇനി ക്രീപ്പറൊക്കെ ഉണ്ടാവും, സോംബി സ്കെൽട്ടൺ ക്രീപ്പേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ സൂക്ഷിക്കാം. നമ്മുടെ ബേസിൻ്റെ പണി ഇതേ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. കുറച്ച് ഇനി ബേസിൻ്റെ ഫുൾ പണി കാണിക്കുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ ഫുള്ള് ബേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ലൈ ജസ്റ്റ് കിട്ടി. അതിൽ നിന്ന് കുറച്ച് അയണും 2 എമറാൾഡ് കിട്ടിയത് ഫസ്റ്റ് അയൺ. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് കോള് കിട്ടിയിരുന്നു. കോളും വെച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കി. ബേസ് പിന്നെ സെറ്റായിട്ടുണ്ട്. കാണിച്ചു തരാം. ഉള്ളിലോട്ട് വരുമ്പോൾ ഇതാണ് മെയിൻ ഹാളും. പിന്നെ മേളിലോട്ട് വരുവാണെങ്കിൽ വേറെ ഒന്നുമില്ല. മേളിലോട്ട് ഓരോ ഓപ്പണിംഗ് ആണ്. ഇവിടെ അതേ ഈ ഒരു ബാക്ക് സൈഡിലാണ് ചെസ്റ്റൊക്കെ കാണുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ കറക്റ്റ് നിൽക്കുമ്പോഴാണ് ഈ മഴ വന്നത്. റിയൽ ലൈഫിലാണെങ്കിൽ മഴയില്ല. നമുക്ക് കുറച്ച് ഇപ്പം കിട്ടിയതൊക്കെ ഒന്ന് ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. ജസ്റ്റ് പിന്നെ സ്റ്റോൺ കിട്ടി. സ്റ്റോൺ പിക്കാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയണൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ഇൻവെൻറ്ററിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമുക്ക് ഈ മഴയെ തന്നെ ഔട്ട്രോ പറയാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ 15 പേരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യ് പ്ലീസ്. എനിക്ക് അതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.